കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ അവസരം വളരെ സമർത്ഥമായിട്ട് നിങ്ങൾ വിനിയോഗിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ വളരെ വ്യക്തമായിട്ട് നമുക്ക് കുറേ ആളുകളെ പരിചയപ്പെടുത്തി. ഒന്ന് ശൂർപ്പണഖ, മറ്റൊന്ന് ബ്രദറായിട്ടുള്ള രാവണൻ, മറ്റൊരാള് മാരീചനാണ്. നമുക്കിവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. പരപുരുഷനെ മോഹിച്ച ശൂർപ്പണയ്ക്ക് മൂക്കും ചെവിയും പോയി. പരസ്ത്രീയെ മോഹിച്ച രാവണന് കുലം തന്നെ പോയി, ജീവനും പോയി. എന്നാൽ തന്നെ കൊല്ലുവാൻ പാഞ്ഞെടുക്കുന്ന ആദ്യത്തെ ബാണം അത് രാമന്റെ കയ്യിൽ നിന്ന് മാരീചനേറ്റു വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ താടയ്ക്കൊപ്പം പോയിട്ട്. അന്ന് രാമന്റെ വയസ്സ് 15 വയസ്സാണ്. അപ്പൊ കൗമാരപ്രായത്തിലുള്ള രാമന്റെ ബാണമേറ്റ് സുബാഹുവിനൊപ്പം പോയിട്ട് സുബാഹു മരിക്കുകയും അന്നോട് രക്ഷപ്പെട്ട ആളാണ് ആര്? നമ്മുടെ മാരീചൻ. ഈ ഓർമ്മ മാരീചന്റെ ഉള്ളിലുണ്ട്. ഒരു കൗമാരകാലത്ത് ഇത്രയും ബലവാനാണ്, താടകയെ കൊല്ലുവാൻ ശേഷിയുണ്ടെങ്കിൽ യുവാവായ രാമൻ എത്രമാത്രം കരുത്തുള്ളവനായിരിക്കും എന്ന കൃത്യമായ തിരിച്ചറിവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോട് കളിക്കുമ്പോഴും 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ശാസ്ത്രം പറയും. സംപ്രേരണാർത്ഥ സങ്കല്പ ത്വരാജ സഹജക്രിയ വജ്രാഘാത ചമൽക്കാരം. ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സംപ്രേരണ, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. നിങ്ങൾ ഒരാൾ തല്ലിയേ അടങ്ങൂ എന്ന് ബോധ്യം വന്നാൽ അയാൾ തല്ലുന്നതിന് മുമ്പ് കയറി അങ്ങോട്ട് തല്ലണം. ഇതാണ് സംപ്രേരണ. സങ്കല്പമുണ്ട്. ആരെയാണ് തല്ലുന്നത്? കരാട്ടെ, ബ്ലാക്ക് ബെൽറ്റും ഒക്കെ കഴിഞ്ഞ ഒരു തടിമാടൻ അതിശക്തൻ, അവന്റെ ഒരൊറ്റ ഇടിക്ക് നമ്മൾ തവിട് പൊടിയായി പോകുമ്പോൾ കയറി തല്ലരുത്, ആള് ബാക്കി ഉണ്ടാവില്ല. സങ്കല്പം, ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് രണ്ടാമത്തേത്. ത്വര, നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്യാം, പക്ഷെ വിജയം നമ്മുടേതായിരിക്കണം, അത് ഉറപ്പിക്കണം. വിജയിക്കാത്ത കളിക്ക് പോകരുത്, തോക്കുമെന്നുറപ്പുള്ള കളിക്ക് പോകരുത് എന്നർത്ഥം. സഹജക്രിയ, നമ്മൾ അങ്ങോട്ട് തല്ലുമ്പോൾ അവൻ അറിയാവുന്ന പോലെ അവൻ ഇങ്ങോട്ടും തല്ലും. അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ ആവശ്യമായ ശരീരത്തിന്റെ സഹജക്രിയ. വജ്രാഘാതം, അധികം ഇടിക്കേണ്ടി വരുന്നത്, ഒരൊറ്റ ഇടിക്ക് കാര്യം നടക്കണം. അതായത് പാകിസ്ഥാനിൽ പോയിട്ട് നമ്മുടെ യുദ്ധവിമാനം ഭീകരന്മാരുടെ ആ താവളത്തിൽ ഒരൊറ്റ ബോംബിടൽ 100-300 എണ്ണത്തിന് അങ്ങ് കൊന്നു ഒരു 5 വർഷം മുമ്പ്. അതോടുകൂടി പാകിസ്ഥാൻ വജ്രാഘാതമായിരുന്നു, അടങ്ങി ഒതുങ്ങി. അങ്ങനെയാണ് നമ്മുടെ വൈമാനികനെയെല്ലാം ഒന്നും പറ്റാതെ അഭിനന്ദന വർദ്ധമാനൊക്കെ തിരിച്ചേൽപ്പിക്കുന്നത്. ഇതാണ് വജ്രാഘാതം. ചമത്കാരം, 6ാമത്തേത്. 10 പേർ നിങ്ങളെ തല്ലാൻ വന്നു, നിങ്ങൾ ഒരുത്തരെ തല്ലുന്ന സ്റ്റൈല് കണ്ടാൽ 9 പേർ ഓടണം. ഇതാണ് ഒരു ഫൈറ്റിങ്ങിൽ പാലിക്കേണ്ട നിയമം. ഇത് ജീവിതത്തിലെയും നിയമമാണ്. നമ്മൾ ഏത് കളി കളിക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാവണം. ഇത് മാരീചൻ ആരെ പഠിപ്പിക്കുന്നു? രാവണനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സീതയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ മതിമറന്നു പോയ രാവണന്റെ ബുദ്ധി കാമാർത്തി കൊണ്ട് മരവിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും കേറിയില്ല. മാത്രമല്ല, എങ്ങനെയെങ്കിലും സീതയെ സ്വന്തമാക്കണം എന്ന ചിന്തയും എല്ലാം കൂടിയായപ്പോൾ ഒരിക്കലും തനിക്ക് സ്വന്തമാക്കുവാൻ കഴിയില്ല സീതയെ. കാരണം സീതയുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ സ്ഥാനം കിട്ടുവാൻ നമുക്ക് തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് കാര്യമില്ല. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് അവരുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. അപ്പൊ മനസ്സിൽ കയറുന്നത് നിസ്വാർത്ഥമായ അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹത്തിലൂടെയാണ്. അത് സ്വപ്രേരണയാൽ ഉള്ളിൽ ജ്വലിച്ചു വരേണ്ടതുമാണ്. അപ്പൊ ഇത് ശൂർപ്പണഖയെ സംബന്ധിച്ച് അവൾക്ക് രാമന്റെ ശരീരത്തോട്, രാമനോടുള്ള കാമം, രാമനോടുള്ള പ്രേമൊക്കെ ആയിരുന്നു. പക്ഷെ രാമൻ വിവാഹിതനാണ്. രാമൻ ഭവതി, എന്നെ കാമിക്കരുത്, പ്രേമിക്കരുത്, കാരണം ഞാൻ വിവാഹിതനാണ്, എൻ്റെ ഭാര്യയാണത്. പിന്നെ ഞങ്ങളുടെ അച്ഛൻ 3 കല്യാണം കഴിച്ചത് കൊണ്ട് വേണമെങ്കിൽ ലക്ഷ്മണനോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന ഭാവേന പറയുന്നുണ്ട്. ലക്ഷ്മണനോടൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ശൂർപ്പണഖ ലക്ഷ്മണനോട് പ്രണയം പറയുന്നു. ലക്ഷ്മണൻ പറയുന്നു, എൻ്റെ ഭാര്യ ഊർമിള അങ്ങ് കൊട്ടാരത്തിലുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. മാറി മാറി പ്രണയാഭ്യർത്ഥന നടത്തുന്നു. നമ്മൾ കൗൺസിലിംഗ് ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, പെൺകുട്ടികൾ നോ പറയുവാനും ആൺകുട്ടികൾ നോ കേൾക്കുവാനും തയ്യാറാണ്. അപ്പോ ഇഷ്ടപ്പെട്ട പുരുഷനോട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നോ പറഞ്ഞാൽ പിന്നീട് അതിന്റെ പിന്നാലെ വാലാട്ടി നടക്കരുത്, അവിടെ നിർത്തണം. അത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. പക്ഷേ ശൂർപ്പണഖ സീതയെ കൊല്ലുവാൻ പരിശ്രമിച്ചു. ഇവൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്
നീ എന്നെ കല്യാണം കഴിക്കാത്തത് എന്ന വാദമാണ് ആര് മുന്നോട്ട് വെച്ചത്? ശൂർപ്പണഖ. മുന്നോട്ടാഞ്ഞ ശൂർപ്പണഖയ്ക്ക് ഒരൊറ്റ വിളി വിളിക്കുകയാണ് ലക്ഷ്മണ എന്ന്. ഈ രാമൻ വിളിക്കുമ്പോൾ ലക്ഷ്മണൻ അറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മണൻ ആ മരത്തിൽ നിന്നൊരു വാളെടുത്ത് ഒരു വെട്ട് വെച്ചു കൊടുത്തു. നമ്മുടെ അധ്യാത്മരാമായണത്തിൽ മൂക്കും മുലയും പറയുന്നുണ്ട്, പക്ഷെ വാൽമീകി രാമായണത്തിൽ സ്ഥനം ഛേദിക്കുന്നില്ല. സമുദ്രവസനേ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ പർവ്വതങ്ങൾ അമ്മയുടെ സ്ഥനങ്ങളാണെന്ന സങ്കല്പമാണ് നമുക്കുള്ളത്. അപ്പൊ സ്ഥനം മാതൃത്വത്തിന്റെ പ്രതീകമാണ്. ഓരോ കുഞ്ഞിനെയും മുലയൂട്ടുന്നത് സ്ഥനത്തിൽ നിന്നാണ്. നമ്മുടെ പർവ്വതങ്ങൾ നമുക്ക് ആവശ്യമായ വെള്ളത്തെ നൽകുന്നു. അപ്പൊ ഇതുകൊണ്ട് മൂക്കും കാതും ഛേദിച്ചു. ഇതുമായിട്ടാണ് രാവണന്റെ അരികിൽ വരുന്നത്. അപ്പൊ ഈ ഘർണടക്കമുള്ള രാക്ഷസന്മാർ വരുമ്പോൾ രാമന്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ലക്ഷ്മണ, നീ സീതാദേവിയെയും കൊണ്ട് അല്ലെങ്കിൽ ഏടത്തി അമ്മയെയും കൊണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ കയറിക്കോളൂ. നീ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിന്നോളൂ. നമ്മുടെ മഹാരാഷ്ട്രയിൽ ആ ഗുഹ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നതാണത്. ഒരാൾക്ക് മാത്രം കയറി അതിൽ കിടക്കാം, മറ്റൊരാൾ പുറത്ത് നിൽക്കണം. അപ്പോൾ അവിടെ ലക്ഷ്മണൻ കാവൽ നിന്നു. 14,000 രാക്ഷസന്മാർ കാടിളക്കി വരുമ്പോൾ രാമൻ പറയുന്ന ഒരു വാക്കാണ്, ഇവരെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. നേരത്തെ ടീച്ചർ പറഞ്ഞ 72 മിനിറ്റ് കൊണ്ട്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 72 മിനിറ്റ് കൊണ്ട് ഈ 14,000 രാക്ഷസന്മാരെ യമപുരിക്ക് അയക്കുന്ന കോൺഫിഡൻസ്, ഇതാണ് ഭാരതത്തിന്റെ പൗരുഷം. അവിടെയാണ് രാമൻ എന്ന വീരനെ ലക്ഷ്മണൻ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ മനുഷ്യന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? അപ്പോഴാണ് ഈ മഹാവിഷ്ണുവിന്റെ ആ രൂപഭാവങ്ങളെയെല്ലാം ലക്ഷ്മണൻ ദർശിക്കുന്നു. ആ ഒരു ദൈവികമായ ചിന്താമണ്ഡലത്തിലേക്ക് ജ്യേഷ്ഠന്റെ ആ കായിക അഭ്യാസ പ്രകടനങ്ങൾ കണ്ടിട്ട് അത്ഭുതപരന്തനായി പോകുന്ന അനുജൻ ലക്ഷ്മണന്റെ ചിത്രം വാൽമീകി മഹർഷി വല്ലാതെ വരച്ചു കാണിക്കുന്നുണ്ട്. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ എനിക്ക് കഴിയും. വന്നുകൊള്ളട്ടെ, 14,000 രാക്ഷസന്മാർ വരട്ടെ, ഞാൻ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നു. പിന്നീടാണ് ശൂർപ്പണഖ രാവണന്റെ അരികിലെത്തുന്നത്. രാവണന്റെ വീക്ക്നെസ് എന്താണോ അതിൽ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വലിയ കാര്യങ്ങൾ സാധിക്കുവാൻ ചില വലിയ ആളുകളെ ചെറിയ വീക്ക്നെസ്സിൽ കയറി പിടിച്ചാൽ മതിയാവും. അപ്പൊ ഇങ്ങനെ രാവണൻ മാരീചനോട് പറയുമ്പോൾ മാരീചൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, മാരീചന്റെ ധാർമ്മിക ബോധം. മാരീചൻ ദുഷ്ടകുലത്തിലാണ്, പക്ഷേ മാരീചൻ പറയുന്ന വാക്കാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. നമ്മൾ എന്നും പ്രയോഗിക്കുന്ന 2 വാക്കുകളാണ് രാമായണത്തിലെ. ഏതാണ്? ജനനി ജന്മഭൂമി സ്വർഗാദപി ഗിരീസി രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇത് പറഞ്ഞത് മാരീചനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത് മാരീചനാണ്. ആരാ മാരീചൻ? രാമന്റെ കൈകൊണ്ട് മരിച്ച ആളാണ്, അഥവാ രാമന്റെ ആദ്യത്തെ ബാണമേറ്റ ആളാണ്. ഇനി തീർന്നില്ല, രാമന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് ഉറപ്പുള്ള ആളാണ്. ഇങ്ങനെ ഒരാൾ എതിരാളിയെ പ്രശംസിക്കുമോ? അപ്പൊ നമ്മൾ നമ്മുടെ സ്നേഹിതനെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ആളുകളെ, നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രശംസിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ പാകിസ്ഥാനിലെ ഒരു കമാൻഡർ ചീഫിനെ പ്രശംസിക്കുമോ? ആരുടെ കൈകൊണ്ടാണോ നമ്മൾ മരിക്കാൻ പോകുന്നത് അയാളെ നമ്മൾ പ്രശംസിക്കുമോ? അവിടെയാണ് രാമന്റെ മഹത്വം. ശത്രു പോലും പ്രശംസിക്കുകയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇത് ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. പക്ഷെ അവിടെ മാരീചന്റെ ഉപദേശങ്ങളൊന്നും ചെവിക്കൊള്ളുന്നില്ല രാവണൻ. ഒടുവിൽ മാരീചന് മാനായിട്ട് പോകേണ്ടി വരുന്നു. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ കഥയെല്ലാം നമുക്കറിയാം. സന്യാസിയായിട്ട് വന്നപ്പോഴാണ് സീത നമസ്കരിക്കുന്നത്. സന്യാസത്തെ നമസ്കരിക്കുക വലിയൊരു സന്ദേശമാണ്. സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജഡായു എന്ന പക്ഷി വന്ന് രക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. പക്ഷേ രാമൻ മരങ്ങളോട് ചോദിക്കുന്ന രംഗമൊക്കെ ഇന്ന് മനോഹരമായിട്ട് വായിച്ചു. മാൻപേടകളോട്, മരങ്ങളോട്, നദികളോട് ചോദിക്കുന്നു, എന്റെ സീതയെ കണ്ടോ, എന്റെ സീതയെ കണ്ടോ എന്ന്. ഈ സമയത്ത് നമ്മുടെ വാൽമീകി രാമായണത്തിൽ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ഉമയും മഹേശ്വരനും ആകാശത്തിലൂടെ പോകുമ്പോൾ ഈ കാഴ്ച കാണുന്നു. ആ ഉമ ചോദിക്കുകയാണ്, ഇതേതാണ് ഈ ഭ്രാന്തൻ? അപ്പോ മഹേശ്വരൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഇത് ഭ്രാന്തനൊന്നുമല്ല, ശ്രീരാമനാണ്. അപ്പൊ ഇയാൾ എന്താണ് ഇങ്ങനെ കരയുന്നത്? അത് ഭാര്യയെ കാണാഞ്ഞിട്ട് കരയുകയാണ്. അപ്പൊ ഭാര്യയെ കാണാഞ്ഞിട്ട് ഇദ്ദേഹം മരത്തോടാണോ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ നമ്മുടെ ഭാര്യയെ കാണാതെ പോയാൽ വീട്ടിലെ പ്ലാവിനോട് ചോദിക്കുമോ, അല്ലയോ പ്ലാവ് എന്റെ ഭാര്യയെ കണ്ടോന്ന് ചോദിക്കുമോ? ചോദിക്കില്ലല്ലോ. അപ്പൊ മരങ്ങളോടും കിളികളോടും മാനിനോടും ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന രാമനെ കണ്ടപ്പോൾ ഭ്രാന്താണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ പറഞ്ഞു, ഒക്കെ രാമന്റെ ലീലാവിലാസങ്ങളാണ്, വേണമെങ്കിൽ ഉമ ഒന്ന് പരീക്ഷിച്ചോളൂ. അങ്ങനെ ഉമാമഹേശ്വരി ആരായി മാറി? സീതയായി മാറി. നമ്മുടെ കളർ കോപ്പി എടുത്തുകൊണ്ടാവില്ലേ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഉണ്ടാവില്ലേ? എന്നിട്ട് ഭാര്യയെ അന്വേഷിച്ച് ഓടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന രാമന്റെ മുന്നിൽ സായം സന്ധ്യയിൽ പോയി നിന്നു.
ഈ സമയത്ത് രാമൻ ഒന്നിങ്ങനെ നമസ്കരിച്ചിട്ട് പറയാ, അമ്മ എന്താ ഈ കാട്ടിൽ ഒറ്റക്ക് നിൽക്കുന്നത് എന്ന്. ഭാര്യ ഭർത്താവിനെ അറിയുന്നതും ഭർത്താവ് ഭാര്യയെ അറിയുന്നതും വേഷം കൊണ്ടല്ല. ഒരു മാത്ര അഹല്യ മോഹിച്ചു പോയതാണ് ദേവേന്ദ്രനെ. അല്ലാതെ ദേവേന്ദ്രൻ ഭർത്താവിന്റെ ഷർട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് ഭർത്താവോളം ധരിച്ചു പോയൊന്നുമല്ല, മോഹിച്ചു പോയി. ആ മോഹിച്ചു പോയതിൽ വാൽമീകി രാമായണം പറയുന്നു, ശില പോലെ ജീവിച്ചു. രാമനെ കാണുന്നത് വരെ ശിലയായി എന്നല്ല, ശില പോലെ ജീവിച്ചു. തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. തെറ്റിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണം, തെറ്റിനെ തിരുത്തണം. അങ്ങനെ തെറ്റിനെ തിരുത്തി പ്രായശ്ചിത്ത കർമ്മം ചെയ്തു. രാമനെ കണ്ടിട്ടേ ഇനി ഞാനൊരു മനുഷ്യ സ്ത്രീയെ പോലെ ജീവിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു അഹല്യ. അങ്ങനെ രാമന്റെ സ്പർശമേറ്റപ്പോൾ, രാമനെ കണ്ടപ്പോൾ, രാമന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചപ്പോൾ അഹല്യ ഗൗതമ മുനിയുടെ സ്വന്തമായി തീർന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ആ മാസ്മരികത, രാമന്റെ ജീവിതത്തിലെ അങ്ങേയറ്റത്തെ ടെൻഷൻ അനുഭവിച്ച ഒരു രംഗമാണ് ഭാര്യയെ മിസ് ചെയ്യുന്നത്. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? കൊടുങ്കാട്ടിൽ പുലി പിടിച്ചോ, സിംഹം പിടിച്ചോ, അപകടത്തിൽപ്പെട്ടോ, എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്റെ ഭാര്യയെ കാണാഞ്ഞിട്ട് ഓടി നടക്കുന്ന രാമന്റെ ചിത്രം എത്ര മനോഹരമായിട്ടാണ് വാൽമീകി മഹർഷി പറയുന്നത്. അതേ സമയത്ത് 100% സീതയെ പോലെയുള്ള രൂപം തന്നെ മുന്നിൽ വന്നിട്ടും തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ഈ ബന്ധം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് രാമായണം. ഇന്ന് നമ്മൾ ശൂർപ്പണഖയെ കുറിച്ച്, അതുപോലെ രാവണനെ കുറിച്ചും മാരീചനെ കുറിച്ചെല്ലാം കൊല്ലം ജില്ല വളരെ സമഗ്രമായിട്ട്, സരസമായിട്ട്, മനോഹരമായിട്ട് സംസാരിച്ചു. നാളെ നമുക്ക് തിരുവനന്തപുരം ജില്ലയുടേതാണ്. ഒരവസരം കൂടി കൊല്ലം ജില്ലയെ കാത്തിരിക്കുന്നു. എന്തായാലും മനോഹരമായ പാരായണവും മനോഹരമായ അവതരണവും പ്രഭാഷണവും ഒക്കെ കഴിഞ്ഞു. വരുന്ന 15-ാം തീയതി കൊല്ലം ജില്ലയുടെ രാമായണ സംഘവുമാണ്. എല്ലാവർക്കും ഒന്നിച്ചു കാണാം. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം.